ഇപ്പൊ അഭിലാഷേട്ടന്റെ ഒരു പ്രണയ വിവാഹമായിരുന്നല്ലോ. ഈ പ്രണയം കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ എല്ലാ പ്രേമവും അമ്മയ്ക്കറിയാം. എല്ലാ ഇത് പ്രേമവും. മാത്രമല്ല. എന്റെ ആദ്യത്തെ പ്രേമം 10ാം ക്ലാസ്സിലായിരുന്നു. അത് അമ്മയ്ക്കറിയാം. പ്ലസ് വണ്ണിന്റെ അറിയാം, ഡിഗ്രി ഫസ്റ്റ് ഇയറിന്റെ അറിയാം, സെക്കൻഡ് ഇയറിന്റെ അറിയാം. ഒന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലാസ്റ്റ് ഇപ്പൊ കല്യാണം കഴിച്ചിരുന്ന കുട്ടിയുടെ BBA പഠിച്ചോണ്ടിരിക്കുക പറഞ്ഞു അമ്മ ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുട്ടിയെ കരയിക്കാനാണെങ്കിൽ സ്റ്റോപ്പ് ആക്കുക. നീ നിമിത്തം ഒരു കുട്ടി കരയരുത്. പിന്നെ ഇപ്പൊ നിങ്ങൾ പഠിക്കുക, പഠിച്ചെല്ലാം ജോലി കിട്ടിക്കഴിയുമ്പോ വീട്ടുകാരോട് ആലോചിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ അച്ഛനും അമ്മയും സപ്പോർട്ട്. അല്ല, ഈ 10th പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടെന്ന് വീട്ടിലറിയുമ്പോഴും ഒരു കുഴപ്പമില്ല. അല്ല, അത് വേറെ, അത് സീരിയസ് ആയിട്ടൊന്നും അല്ല അറിയുന്നത്. അപ്പം അച്ഛൻ പറയും, അച്ഛൻ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു കുട്ടീനെ ഇഷ്ടമാണ്. അപ്പം സ്കൂൾ ടൈമിലുള്ള പ്രണയം. പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോലീസുകാരന്റെ മോളാണ്, സൂക്ഷിച്ചുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനെ അറിഞ്ഞു, അതൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അതൊക്കെ ആ വഴിക്ക് അങ്ങ് പോയി. ഇവർക്കെല്ലാം അറിയാൻ പറ്റും, വീട്ടിലിരുന്നാലും എല്ലാം അറിയാം. ഞങ്ങള് താമസിക്കുന്ന അത് മാത്രമല്ല, ഞങ്ങൾ താമസിക്കുന്ന കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ വില്ലേജ്, ഒരു മലയോര ഗ്രാമമാണ്. അപ്പൊ അവിടെ അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും എവിടെ നടന്നാലും വീട്ടിലറിയും. ഞാൻ ചില സമയങ്ങളിൽ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങള് സിനിമയ്ക്ക് പോകും. 12 അനുരാഗ് ഐശ്വര്യ എന്ന് 2 തിയേറ്ററാണ്. ഈ 2 തിയേറ്റർ ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ. നമ്മളവിടെ സിനിമ കണ്ട് വീട്ടിൽ എത്തുമ്പോഴത്തേ അച്ഛൻ പറയും ഇന്ന് സ്കൂളിലൊന്നും പോയില്ലല്ലേ. പോയി. ആര് പറഞ്ഞു നീ സിനിമയ്ക്ക് ഇരിക്കുന്നതാണ് ഞാൻ അറിയില്ലെന്ന് പറയും. പിന്നെ ചില അച്ഛൻ കൊണ്ടുപോകും. എത്രയാണ് അച്ഛൻ പറയണ്ട ആ കുഴപ്പമില്ല ഇന്ന് ക്ലാസ് പോട്ടെ പോയി പടം കാണാൻ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഞങ്ങൾ സിനിമ കാണാൻ പോകും. അങ്ങനെ അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ തന്ന ഒരു ഇൻസ്പിറേഷൻ ആണ്. അഭിനയിക്കണമെന്നായിരുന്നു സിനിമയില്. മോഹൻലാലിന്റെ ഒക്കെ കാണുമ്പോ അഭിനയിക്കണോന്നൊക്കെ പറയും. വീട്ടിൽ വന്ന് കണ്ണാടിയുടെ മുമ്പേ അങ്ങനെയൊക്കെ അഭിനയിക്കുമായിരുന്നു. അല്ല, ഇപ്പൊ ഒരു ഫോൺ കോളിനപ്പുറത്തേക്ക് എല്ലാവരുടെ അടുത്തോട്ടും എത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്കായി അല്ലേ? അതൊരു വലിയ കാര്യമാണ്. എവിടെ നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മക്കൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അച്ഛനും അമ്മയായാലും മൂത്ത മോനായാലും ഇവനായാലും. കാരണം തെറ്റായ ഭാഗമല്ല, ശരിയായിട്ടുള്ള ഭാഗത്തില് അവർക്ക് സപ്പോർട്ടായി. ഇപ്പൊ ഇങ്ങനെ ഈ കുട്ടി ഞാൻ വിളിക്കുകയും കൂടുതൽ അവനേക്കാളും ആ കുട്ടിയെ വിളിച്ചേക്കുന്നത് ഞാനാണ് ഇപ്പൊ കൂടുള്ളവള്, അശ്വതി. അതുകൊണ്ട് അവൾ എന്നെ അമ്മയെ, ഞങ്ങൾ അമ്മയും മകളുമാണ്. മരുമകളല്ല അവൾ, എനിക്ക് മകളാണ്. അല്ല, ഈ അമ്മയുടെ അച്ഛൻ്റെ ഒരു ഗുണം എന്താ വെച്ചാല് അവർക്ക് ഒരു കാര്യം, അവരുടെ ട്രസ്റ്റ് എന്താ വെച്ചാൽ നമ്മളെടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. രണ്ടാമത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരും, ഇത് വേണ്ട, ഇത് അങ്ങനെയാണ് എന്ന് പറയും. അത് ജീവിതത്തിൽ ഇന്നും എനിക്കറിയാം. എനിക്കൊരു വിഷമം ഉണ്ടായാലും ഒരു ഫോൺ വരും, അമ്മയുടെ ആയിരിക്കും. വിളിച്ചിട്ട് എന്താണ് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയും ഇതെങ്ങനെ അറിഞ്ഞ്, അല്ലേ നിന്റെ അമ്മയിലടാ ഞാൻ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും വിഷമമൊന്നുമല്ല, ചെറിയ പ്രശ്നമുണ്ട് മാറിക്കോളും എന്ന് പറയും. പറയും ഒന്നും കുഴപ്പമില്ലടാ ധൈര്യമായിട്ടിരിക്കുന്ന പറയും. അതേപോലെ അച്ഛൻ വിളിക്കുമ്പോൾ അതേ ഇതെന്ന് പറയും, എന്തിനാടാ ഇത്രയും വരെ എത്തിയില്ല നീ, ഇനി നിന്നെ എന്ത് പേടിക്കാൻ, നമുക്ക് ചെയ്യാടാ, നീ ധൈര്യമായിട്ടിരിക്കാന്ന് പറയും. അപ്പൊ അത് ഞാൻ പറയല്ലേ, ഇവർ രണ്ടുപേരാണ് എൻ്റെ സ്ട്രോങ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. അല്ല, പാരന്റ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം. നമുക്ക് എപ്പോഴും കയറി ചെല്ലാൻ ഒരു ഇടം ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അമ്മ എത്ര തവണ പറഞ്ഞിട്ടും ഈ അഭിലാഷേട്ടൻ മാറ്റാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടോ, എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? സിനിമ എഴുത്ത്. അയ്യോ, അങ്ങനെയല്ല. ഒത്തിരി എന്നോട് പറയില്ലല്ലോ, ഇങ്ങനെ പോയിട്ട് വന്ന പ്രൊഡ്യൂസർ അടുത്ത ആഴ്ച എടുക്കാന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച എടുക്കുക. അതേപോലെ ഒന്നും ആയി കാണില്ല തുടക്കത്തില്. എനിക്ക് വിഷമം ഉണ്ടാകാൻ വേണ്ടി 4 വർഷം അവൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ തന്നില്ലേ, പഠിക്കരുത് അമ്മ, എനിക്കിതാ ഇഷ്ടം. നമ്മൾ MBA വരെ പഠിച്ചില്ലേ, അപ്പം നീ എന്തിനാ വല്ലവരുടെയും ഇങ്ങനെ പോയി. അപ്പം അവൻ ഇങ്ങനെ പോയി എന്നോട് കൂടുതൽ പറയത്തില്ല. അതിൻ്റെ അറ്റവും മൂലമൊക്കെ ഭാര്യയോട് പറയുമ്പോൾ അവൾ എന്നോട് ഇച്ചിരി സൂചിപ്പിക്കും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോഴും അവൻ്റെ ഇഷ്ടം. അപ്പം അവള് പറയാം അല്ല അമ്മ ഇനി എന്ത് പറഞ്ഞാലും അഭിചേട്ടൻ സിനിമയിൽ മാറില്ല. അത് അവൾക്ക് പ്രേമിച്ച സമയത്ത് തൊട്ടേ അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇവൻ കടലാസുകൾ ഇവൻ്റെ റൂമിൽ നിന്ന് വേസ്റ്റൊക്കെ എടുക്കുമ്പോൾ കടലാസുകൾ കാണും. ഇത്രയും കടലാസ് ഒന്നും ഇവൻ എഴുതി കളയുന്നത് സ്കൂളിലെ തെറ്റായിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോൾ കവിതകളൊക്കെ ആയിരിക്കും. ഇപ്പം പിന്നെ MBAക്ക് പഠിക്കുമ്പോൾ ഒരു കോളേജ് മാസികയും വന്നപ്പോഴാണ് ഇവൻ കവിതയെ എഴുതുമെന്ന് ഞാൻ മനസ്സിലാക്കി അറിയുന്നത്. ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് ലേറ്റ് ആയിട്ടാണ്. MBAക്ക് അങ്കമാലി കോളേജിലെ മാഗസീൻ ഇറങ്ങിയപ്പോഴാണ് അവന്റെ പടവും അവന്റെ കവിതയും കൂടെ കണ്ടുപിടിച്ചു. ഞാൻ അതിന് മുന്നേ പണ്ട് ചെയ്യാതെ, അതായത് 10ലും +2 പഠിക്കുമ്പോൾ ഞാൻ ഈ മനോരമ മംഗളത്തിലൊക്കെ നമ്മൾ എഴുതിയിട്ട് അയച്ചു കൊടുക്കും. ഈ ഒരേ പേരിൽ 5 എണ്ണം അയച്ചാൽ ഇവര് എടുക്കില്ല എന്നുകൊണ്ട് ഞാൻ പല പേരിലായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. ഒന്ന് അഭിലാഷ്, ഒന്ന് അബി, ഒന്ന് അഭിലാഷ് പിള്ള, പല പേര് അയച്ചു കൊടുക്കും. അത് പലതും
ഇങ്ങനെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അച്ചടിച്ച് വന്നിട്ടുണ്ട്. അയ്യോ ആഹാഹാ. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുസൃതി ഉണ്ടായിരുന്നു. ഈ യൂത്ത് ഫെസ്റ്റിനൊക്കെ എല്ലാത്തിനും ചേരും, ലളിതഗാനത്തിനൊക്കെ. അമ്മ ഇത് എന്നെ തള്ളുന്ന പരിപാടി പോലെ ഫീൽ ചെയ്ത കേട്ടോ. സാറുമാരെ ഒരു പാട്ട് പാടാൻ വേണ്ട അവൻ മൈക്ക് കൊടുക്കത്തില്ല. അവൻ അന്ന് ഇഷ്ടമാണ് പാടാന്. ലളിതഗാനമൊക്കെ മത്സരത്തിന് ഒരു പാട്ടാകുമ്പോൾ നിർത്തണ്ടേ, ഇവൻ പിന്നെ അടുത്ത പാട്ട് പാടും. പിന്നെ സാറുമാര് തന്നെ മൈക്കങ്ങ് ഓപ്പാക്കും. ഫസ്റ്റ് എനിക്ക് വേണം, ഞാൻ മാക്സിമം പാട്ടുകൾ പാടുന്നു.